തേ എന്ത് പറ്റി ബേബി? ആരോ വിളിച്ച പോലെ തോന്നി. എഴുന്നേക്കാതെ ആരെ വിളിക്കാൻ നിനക്ക് തോന്നിയതായിരിക്കും കുത്തി. ഞാൻ എഴുന്നേക്കാം. ലിസോങ്ങാനും വന്നാ അത് പ്രശ്നമാവും. ഇത് നിങ്ങളുടെ ബെഡ്റൂം അല്ലേ, ഞാൻ പോവാ. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്കൊന്നും തരുന്നില്ല. ഇത്ര നേരം കിട്ടിയതൊന്ന് പോരെ. ഇത് മാത്രം പിടിച്ചാൽ മതി, ഞാൻ പോകുന്നു. തേയും തമ്മിൽ തേയുടെ മനസ്സിലപ്പം കുക്കിയാണോ? ലിസോ, നീ എപ്പോ വന്നു? കണ്ടില്ലല്ലോ. കുറച്ചു നേരായിട്ടേ. തേനെ കണ്ടാലും കണ്ടില്ലെന്നല്ലേ പ്രകടിപ്പിക്ക. ലിസോ, ആർ യു ഓക്കേ? പെർഫെക്റ്റ്ലി ഓക്കെ തേ. ഇപ്പൊ ഞാൻ വളരെയധികം ഓക്കെയാ. എല്ലാം മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം. വർക്കിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. തനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. തലനേരം റെസ്റ്റ് എടുക്ക്. ഞാൻ ഓഫീസിൽ പോകാൻ നോക്കട്ടെ. തേ ഫ്രഷ് ആയി വരുമ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. അതൊന്നും വേണ്ട. ഞാൻ തൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന്. ഡിവോഴ്സ് ഇതുവരെയായിട്ട് ആയിട്ടില്ല തേ. അതുകൊണ്ട് തന്നെ ഭാര്യ എന്നുള്ള സ്ഥാനം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ ചെയ്തോളാം, എനിക്ക് കുഴപ്പമില്ല. ലിസ, ലിസ, ഇതെന്താ ഇവിടെ പെരുമാറ്റത്തിലൊരു മാറ്റം? ഇനി എന്ത് പുലിവാലാണെന്തോ. ലിസു, നീ വന്നോ? ഡിന്നറിനൊക്കെ ഞങ്ങൾ നിന്നെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. നീ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ഇങ്ങനെ എത്തിയല്ലോ. വാ ഇരിക്കേ. നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്നോ? ശരിയാ, നീ മിസ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും പഠിത്തം എന്തായി? വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. പാസ്സാവുന്നില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അവിടെ നടക്കുന്നുണ്ട്. നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ലിസു, ഞാൻ പാസ്സായിട്ടോ. ഇവനെ എല്ലാ പ്രാവശ്യം പോലും മുട്ട തന്നെ മേടിച്ചിരിക്കുന്നത്. അതാ എന്റെ സാമദ്രം തോറ്റെന്ന് പറഞ്ഞവര് മുട്ട മേടിച്ച് കാര്യമെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിനായപ്പോ നീ മേടിച്ചെന്ന് ആർക്കിട്ട് ഒരു കുഴപ്പമില്ല. നിർത്തുന്നുണ്ട് രണ്ടാളും. മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് നിങ്ങൾ രണ്ടാളും പഠിക്കലുണ്ടാവില്ല. നാട്ടിലേക്ക് പാക്ക് ചെയ്തയക്കാൻ ഞാൻ. ക്ഷമിക്കും ലിസു, നീ എന്തിനാ ചൂടാവുന്നേ? ഞാൻ പാസ്സായില്ലേ. അവിടുത്തെ വർഷം പോലെ അവൻ പാസ്സാവും. ഫസ്റ്റ് റാങ്ക് മേടിച്ചിരുന്ന കുക്കി. നീ ഏതിലുള്ള പഠിത്തപ്പ പഠിക്കുന്നത്? ജസ്റ്റ് പാസ് മാത്രം നീ ആയിരിക്കുന്നത്. എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കരുത്. പഠനം ഒഴികെ ബാക്കി എല്ലാത്തിലും നിങ്ങൾ രണ്ടുപേരുടെ ശ്രദ്ധ കിടക്കുന്നത്. ഈ പോക്കാണെങ്കിൽ ഞാൻ വീട്ടിലെല്ലാം തുറന്നു പറയും. പിന്നെ ഡാഡി മമ്മി ആയിരിക്കും നിന്നെ രണ്ടെണ്ണത്തിന് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഇനി ആവർത്തിക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ? ആദ്യം മൂർഖം പാമ്പിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇത് ഓലപ്പാമ്പിനും കൂടി പേടിക്കണമെന്നുള്ള അവസ്ഥയാണല്ലോ. ചിമ്മി, അവളെ പറയുന്നത്ര നിസ്സാരമായിട്ട് എടുക്കണ്ട നീ. അവൾ ഇതുവരെയായിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. അവൾക്ക് എന്തോ മാറ്റം പോലെ. എന്റെ പൊന്നു നോക്കി, നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? അവൾക്ക് ഓഫീസിൽ നല്ല ടെൻഷനും വർക്കുകളും ഉണ്ട്. അത് നമ്മുടെ അടുത്ത് മൊത്തം തീർക്കുകയാണ് അവള്, അല്ലാതെ വേറൊന്നുമല്ല. നീ ആ ഓലപ്പാമ്പിനെ ഇങ്ങനെ പേടിക്കാൻ നിൽക്കാതെ വേറെ പണി നോക്കി. നീ പറഞ്ഞ പോലെ അതായിരിക്കൂലേ ചിലപ്പോ. മാം, ഗുഡ് മോർണിംഗ്. എന്താ ചെനി മാം, മറന്നുപോയോ? ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നതാ ഞാൻ. മാം, എന്ത് പറ്റി? കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു. എന്തെങ്കിലും? കണ്ണി പൊടി പോയതാ ചെനി. ഓക്കെ, താൻ ചെല്ല്, വർക്ക് ചെയ്യാൻ നോക്ക്. ലിസു, ഫുഡ് കഴിക്കാൻ മറക്കരുത്. പിന്നെ എന്നൊരു ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ. എന്തെങ്കിലും ബുദ്ധിമുട്ട് മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തുറന്ന് പറയാട്ടോ. ഐ ഓൾവേസ് ലിസണിങ് യു. ചെനി, എന്താ ലിസു? ഞാനിന്ന് തൻ്റെ വീട്ടിലേക്ക് വന്നോട്ടെ? ഓ, അതിനെന്താ? എനിക്കൊക്കെയാ, ഒരു പ്രശ്നമില്ല. താൻ താമസിക്കുന്ന ഫ്ലാറ്റ് നല്ലതാണല്ലോ. അയ്യോ, ഞാൻ അത്ര വലിയ പണക്കാരൊന്നുമല്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് അത്. അവൾ എനിക്ക് റെൻറ്റിന് തന്നേ ഉള്ളൂ. താൻ എന്നിവിടെ പുറത്ത് നിർത്തി തന്നെ സംസാരിക്കാനാണോ? അയ്യോ സോറി. വാ ലിസു. ചെറിയ ഫ്ലാറ്റും താൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഹാപ്പിയാണല്ലേ? ഒറ്റയ്ക്കായതുകൊണ്ട് എങ്ങനെ ഹാപ്പി ആവുന്നതോ? ലിസു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
എനിക്ക് കിക്കറ് വല്ലതും കിട്ടും. ഓ, എനിക്ക് ആ പരിപാടി ഇല്ല. ജിസ വരുന്ന സമയത്ത് അവൾ പേടിച്ച് വയ്ക്കാറുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നോക്കട്ടെ. ലിസുവിൻ്റെ ഭാഗ്യം കേട്ടോ, അവൾ ഒരു ബാട്ടിലൂടെ വെച്ചിട്ടുണ്ട്. താങ്ക് യു ചിനി. ഏയ്, എന്താ ഈ കാണിക്കുന്നത്? എന്തിനാ ഇങ്ങനെ കഴിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയടോ. ജെനി, പ്ലീസ് ഗിവ് മീ ദാറ്റ് ഡ്രിങ്ക് ജെനി. എനിക്ക് ബോധം പോകുന്നവരെ കഴിക്കണം. ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും എനിക്ക് ആലോചിക്കണ്ട. പ്ലീസ് ഗിവ് മീ. എന്ത് പറ്റി ലിസു? എന്തിനാ നീ കരയുന്നേ? എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ടല്ലേ നീ കണ്ടത്. എന്താണ് ഇങ്ങനെ തുറന്ന് പറ. ഞാനുണ്ട് നിന്റെ കൂടെ. നീ കരയുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. എന്തിനാ നിനക്ക് സഹിക്കായത്? എല്ലാവരും എന്നെ ചീറ്റ് ചെയ്യാം. തേൻ്റെ അടുത്തെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ ബ്രദർ ഒന്നോ തേൻ കുക്കിയിട്ടുള്ള ബന്ധം എനിക്ക് ലിസു അറിഞ്ഞു കാണോ? എന്ത് പറ്റി ലിസു? എന്താ കുക്കി ചെയ്തത്? നമുക്ക് എന്തായാലും പരിഹാരം കാണാം. ആർക്കും എന്നെ വേണ്ടാതിരിക്കുമ്പോൾ എന്തിനാ നീ മാത്രം എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു ചേനെ? എൻ്റെ ഡാഡിക്കും മമ്മിക്കും ഞാനല്ല ഇമ്പോർട്ടൻ്റ് ആയിരുന്നത്, കുക്കിയായിരുന്നു. കുക്കി എപ്പോഴും അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. മാരേജ് കഴിഞ്ഞപ്പോൾ തേയെങ്കിലും എനിക്ക് ഇമ്പോർട്ടൻസ് തരുമെന്ന് വിചാരിച്ചു. നോ, തേക്കും നോ വൺ ലവ് മീ. ലിസ അങ്ങനെ പറയല്ലേ. എനിക്ക് വേണം നിന്നെ. എനിക്ക് ആ കൂടി ജീസു മാത്രമേ കൂട്ടിനുണ്ടായിരുന്നുള്ളൂ. ഒരു അനാഥയായി എനിക്ക് ജീവിക്കണമെന്ന് പോലും മര്യാദയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ നിന്നെ കണ്ടപ്പോൾ മുതലാ എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൊതി കൂടി തുടങ്ങിയത്. ഐ ലവ് യു ലിസു. കുക്കി, ഈ ഉറക്കായോ? കുക്കി, അങ്ങനെ ഉറക്കായില്ല. കിടന്നപ്പോൾ ചെറുതായിട്ട് കണ്ണടഞ്ഞു പോയതാ. എന്ത് പറ്റി കുക്കി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ മുഖക്കാകെ വല്ലാതിരിക്കുന്നല്ലോ. പ്രത്യേകിച്ചൊന്നുമില്ല. ലിസൊന്ന് ആദ്യമായിട്ട് കുറച്ച് ഒച്ച കൂട്ടി സംസാരിച്ചു എൻ്റെ അടുത്ത്. ഫസ്റ്റ് ടൈം അവളെങ്ങനെ? അതാണ് പ്രശ്നം കുക്കി. ലിസിന് വർക്ക് പ്രശ്നം നല്ലോണം ഉണ്ടെന്ന് അറിഞ്ഞൂടെ? ഡേയും നൈറ്റ് അവൾ വർക്ക് ചെയ്യല്ലേ. അതിൻ്റെ ഒരു ടെൻഷൻ്റെ ആയിരിക്കും തൻ്റെ അടുത്ത് തീർത്തത്, അല്ലാതെ വേറൊന്നാവില്ല. എനിക്ക് മനസ്സിലാവും. പക്ഷേ ഫസ്റ്റ് ടൈം അവൾ എന്നെ ഇങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് എന്തോ പോലെ എന്തെങ്കിലും അവൾക്ക് വിഷമമുണ്ടോ എന്നറിയില്ലാത്ത. പോട്ടെ കുട്ടി, അവൾക്കൊരു വിഷമം ഉണ്ടാവില്ല. അങ്ങനെ വലുതുണ്ടെങ്കിൽ അവൾ ആദ്യം നിങ്ങളുടെ അടുത്തല്ലേ പറയുന്നത്. നിങ്ങളുടെ രണ്ട് അനിയന്മാരല്ലേ അവൾക്ക് ഇമ്പോർട്ടൻറ്റ്. വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ആലോചിക്കണ്ട. ഇനി വല്ല ടെൻഷനും നിനക്കുണ്ടെങ്കിൽ അത് ഞാൻ മാറ്റി തന്നാൽ മതിയോ? എന്ത് ടെൻഷൻ മാറ്റാനോ? വേണ്ട. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ മനസ്സിലിരിപ്പെന്ന്. അത് എൻ്റെ അടുത്ത് നടക്കൂല. പോവാൻ നോക്ക്. എന്താ കുക്കി, നീ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താതെ. ഞാൻ നിന്റെ വിഷമം മാറ്റാം. വേണ്ട, ഗുഡ് നൈറ്റ് അങ്ങനെ പറയാതെ കുക്കി. നിന്റെ കൂടെ എപ്പോഴും ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം. ലിസുവിനൊരു ലവ് സെറ്റായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വിവരം എല്ലാവരുടെ അടുത്തും പറഞ്ഞ് നമ്മൾക്ക് ഇന്നൊന്നായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കണം. നടക്കും. ഞാൻ നടത്തും. ഇതൊന്നും ഒച്ച ശബ്ദം ഉണ്ടാക്കുന്നതാണോ? അയ്യേ, ഇവർക്ക് ഉറക്കമില്ലേ? മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് രാത്രി സമയത്ത് അല്ലെങ്കിൽ തന്നെ ഒരു കിസന്റെ തലയിൽ കിടക്കാം. അപ്പോഴോ സാറി ഓക്കെ? താനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എനിക്കൊരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. എങ്ങനെ ഇത് പോസിബിൾ? ഇന്നലെ അറിയാതെ. ഐ എം സോറി ചേനി. എന്താ അംഗീകരിക്കാൻ പറ്റായക? ഇതിന് സോറിയുടെ ആവശ്യമില്ല. നമ്മൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടല്ലേ, താല്പര്യമുള്ളണ്ടല്ലേ. പിന്നെന്തല്ലേ സോ? ഞാൻ അതുപോലൊരു പെൺകുട്ടിയല്ല. ഐ എം സോറി ജെനി. ഇനി ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കരുത് പ്ലീസ്. എനിക്ക് താല്പര്യമില്ല. ബൈ. ലിസ, എന്താടോ? ഇന്നലെ തന്നെ ഓഫീസിൽ ഉണ്ടായിരുന്നല്ലോ. എവിടെയായിരുന്നു? എന്താ പറ്റി ലിസ? എന്താണ് ലിസ ഓടിപ്പോയത്? എന്ത് പറ്റി? ഇന്നലെ തൊട്ട് ഇങ്ങനെ തന്നെ. ഇന്നലെ നൈറ്റ് വീട്ടിൽ വന്നിട്ടില്ല, ഓഫീസിലും പോയിട്ടില്ല. എവിടെയാന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. കരഞ്ഞിട്ടാ ഓടിപ്പോയിരിക്കുന്നത്. നീ ഒന്ന് പോയി സംസാരിച്ചു നോക്കൂ ജിമ്മി.
ലിസു കരഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവൾക്ക് എന്തോ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതിപ്പോൾ സംസാരിച്ചൊക്കെണ്ട. അവൾക്ക് ഈ സമയത്ത് കോൺവെർസേഷനും കോണ്ടാക്റ്റും തീരെ താല്പര്യമില്ല. പിന്നെ സംസാരിക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ അവൾ സംസാരിക്കാൻ കംഫർട്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിക്കാൻ പറഞ്ഞത്. എന്തായാലും നീ മറക്കരുത് സംസാരിക്കാൻ. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ? എൻ്റെ ഫ്രണ്ട് നിങ്ങളുടെ സാറ് എന്ത് പറയുന്നു? അവനെങ്ങനെ നന്നായി എടുക്കുന്നില്ലേ? എങ്ങനെയാള്? പഠിപ്പിക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷെ സ്വഭാവം കൂടുതൽ സ്വഭാവമാണ്. ഇതുപോലൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അളിയന് ചേർന്നൊരു ബന്ധമല്ല, ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യുന്ന നല്ലത്. അയാൾ ചേരണില്ല അളിയന്. ഇത്രയും കൂടുതൽ സ്വഭാവമാണ് അവൻ്റെ. ഞാൻ അറിഞ്ഞില്ലല്ലോ ചിമ്മി. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് ബ്രേക്കപ്പ് ചെയ്തോളാം. ചിമ്മി പറഞ്ഞല്ലേ. പാവയ്ക്കെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടും. നീ ഇങ്ങനെ ഇരുന്ന് കരയാതെ. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ സംഭവിച്ച് ഇവിടെ വന്നിരുന്ന് കരഞ്ഞ് മൂങ്ങിയിട്ട് എന്താ കാര്യമുള്ളത്? എന്റെ പൊന്നു ജീനി, ഇന്നലെ നീ നിന്റെ വീട്ടിലാണ് വന്ന വിവരം നീ എന്നെ വിളിച്ചു അറിയിച്ചിരുന്നോ? അപ്പൊ എനിക്ക് വിളിച്ചു പറയാൻ തോന്നിയില്ല. കാരണം ലിസുവിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാ അവളെ ഡ്രിങ്ക്സ് വെച്ചപ്പോ കൊടുത്തു. പിന്നെ ഞങ്ങൾക്കിടയിൽ അങ്ങനെ നടക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അവള് ശരിക്കും നിന്റെ അടുത്ത് എന്താ പറഞ്ഞു? നിന്നെ ഇഷ്ടമല്ലെന്നാണോ പറഞ്ഞത്? ഇഷ്ടമല്ലെന്നല്ല പറഞ്ഞേ, അങ്ങനെ ഒരാളല്ല എന്നാ പറഞ്ഞത്. ഞാനപ്പോ ചിനി റിലാക്സ്. എനിക്ക് മനസ്സിലാവും തന്നെ അവസ്ഥ. അവൾക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അവളുടെ മനസ്സിൽ താനുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. താൻ റിലാക്സ് ആവുക. പിന്നെ ലിസു ഇന്നലെ ഇത്ര ഡെസ്പ് ആവാനുള്ള കാരണം എന്താ? ഐ എം നോട്ട് ഷുവർ, ബട്ട് പോസിബിൾ ആണ്. തേയുടെയും കുക്കിയുടെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് ലിസു അറിഞ്ഞുവെന്ന് ഡൗട്ടുണ്ട്. വാട്ട്? നോ, ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇന്നലെ എൻ്റെ അടുത്ത് വന്നപ്പോൾ മുതൽ കുക്കിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചു തന്നത്. കുക്കി തന്നെ ചതിച്ചു എന്നാണ് അവൾ പറയുന്നത്. സംതിങ് റോങ്. എന്നെയും കുക്കിയെ കുറിച്ച് അറിഞ്ഞിട്ട് അവളെന്ത് ഇത്ര നാളും മിണ്ടാതിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകത്തെ. 2 ദിവസം വെയിറ്റ് ചെയ്യാം. ഞാനിട്ട് അവളുടെ അടുത്ത് സംസാരിക്കാം. താനിപ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. ചെല്ലു ജെനി, വിഷമിക്കണ്ട. അവളുടെ മനസ്സിൽ താനുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. തന്നെ കുറിച്ച് വരുമ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം ഞാൻ കാണുന്നതാ. എല്ലാം നമുക്ക് ശരിയാക്കാം. താൻ എന്താ ചെല്ലേട്ടോ. ഡാഡ്, ഡാഡ്, ഡാഡ് എന്താ ഇവിടെ? ഡാഡി മാത്രല്ല മോനെ, മമ്മയുണ്ട്. എപ്പോഴെങ്കിലൊക്കെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു പോകുന്ന ആളാ. ഇതുവരെയായിട്ടും കണ്ടില്ല. അത് ഞാൻ വരും, ഒഴിവ് കിട്ടുമ്പോ വരില്ലേ. നിങ്ങൾ പെട്ടെന്ന് എന്താ പറയാതെ വന്നത്? ഞങ്ങള് പറയാതൊന്നല്ല, മോള് വിളിച്ചിട്ടേ ഞങ്ങള് വന്നത്. മോള് പറഞ്ഞു ലിസു മോൾക്ക് കുറച്ചു ദിവസം ഞങ്ങളിവിടെ വന്ന് നിൽക്കണമെന്ന് ആഗ്രഹം. നിനക്ക് അങ്ങോട്ട് വേറെ നേരമില്ലല്ലോ. അതുകൊണ്ട് മോള് വിളിച്ചപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. കുറച്ചു നാള് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ അടിച്ചു പൊളിക്കാന്ന് വിചാരിക്കാം. നീ ഫ്രഷ് ആയിട്ട് വേണ്ടായാലും ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. എന്താ സർപ്രൈസ് ആയി തോന്നുന്നു മമ്മീനെയും ഡാഡിനെയും കണ്ടപ്പോ, അല്ലേ? നീ അറിയാതെ തന്നെ എനിക്ക് ഒരുപാട് സർപ്രൈസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലിസു. എന്താ നിന്റെ ഉദ്ദേശം? ഡാഡി മമ്മി ഇവിടെ എത്തിച്ചത് എന്നെ നിന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണോ? എല്ലാം അറിഞ്ഞിട്ട് നീ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാതെ? ഞാൻ അറിഞ്ഞെന്ന് മനസ്സിലായില്ലേ? എന്നെ ചതിക്കാൻ എന്റെ അനിയനെ കൂടി കൂട്ടി നിൽക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്നെ കൂടെ നിർത്തിയിട്ട് നീ അവന്റെ കൂടെ കഴിയായിരുന്നല്ലേ? ഒരിക്കലും സമ്മതിക്കില്ലേ ഞാൻ ഈ ബന്ധത്തിന്. ലിസു പ്ലീസ്, മാരേജിന് മുന്നേ തന്നെ പറഞ്ഞത് കോൺട്രാക്ട് മാരേജ് ആണെന്ന്. മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല, എന്റെ മനസ്സിൽ വേറൊരാളുണ്ടെന്ന്. അത് ആരാണെന്ന് അറിഞ്ഞിട്ട് നീ ഇപ്പൊ ഈ പെരുമാറുന്നത് ശരിയല്ല. നിന്റെ വാശി നിറക്കാൻ വേണ്ടിയിട്ടാണ് നീ കാട്ടിക്കൂട്ടുന്നതല്ല. നീ എല്ലാവരുടെ ജീവിതം വെച്ചായി കളിക്കുന്നത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കും അറിയാം. എന്റെ മനസ്സിൽ എന്താ? ഒന്നുമില്ല. എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വരുത്തി തീർക്കാനും നോക്കണ്ട. ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്റെ പുറകെ നിന്ന് കളിച്ച കളി അത് നന്നായിട്ടുണ്ട്. രണ്ടുപേരും കുടുംബം നടത്ത് ഒരിക്കലും ഞാൻ അനുവദിക്കില്ല. അത് എന്നെ എതിർക്കാനാണ് ലിസ? ശരി, നിന്നെ എതിർത്ത് തന്നെ ഞാനും നിൽക്കാം. നിന്നോടെല്ലാം തുറന്ന് പറഞ്ഞു തന്നെ. എന്നെ മനസ്സിലാക്കാതെ നീ നിന്റെ ഇഷ്ടത്തിനൊക്കെ ചെയ്ത് കൂട്ടുന്നത്. എനിക്ക് കുക്കി വിട്ടു തരാൻ പറ്റില്ല. കുക്കി എന്റേതാ. പിന്നെ നിന്റെ മനസ്സിലൊന്നുമില്ലെന്നല്ലേ നീ പറഞ്ഞേ? നിന്റെ മനസ്സിലുള്ളത് എല്ലാവരും മുന്നിൽ നീ വിളിച്ചു പറയും. ഞാനത് ചെയ്യിക്കും. എന്താ ഇത്ര ഗൗരവം? കുക്കി, എന്ത് പ്രശ്നം വന്നാലും നീ എന്റെ കൂടെ ഉണ്ടാവുമോ?
എന്തിപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതിനിപ്പോ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം താനേ. ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല, എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും. ഇനി വരാൻ പോകുന്ന വലിയൊരു പ്രശ്നം ലിസു നമ്മുടെ വിഷയമെല്ലാം അറിഞ്ഞു.